നമുക്ക് സിനിമയിലൊക്കെ കണ്ടുപരിചയമുള്ള ഒരു കാര്യമുണ്ട്. നായകനും കുടുംബവും രാത്രി കിടന്നുറങ്ങുമ്പോൾ സമൂഹവിരുദ്ധർ ചില ഗുണ്ടകൾ വന്ന് ആ നായകനെയും കുടുംബത്തെയും ആക്രമിക്കുന്ന സീൻ. പറയാൻ പോകുന്നത് സിനിമയിലെ സീനിനെ കുറിച്ചല്ല. അങ്ങ് ഇടുക്കി കട്ടപ്പനയിൽ ഒരു ദിവസം, അതായത് ഇന്നലെ രാത്രി ഒരു കുടുംബം കിടന്നുറങ്ങുമ്പോൾ, അതും അർദ്ധരാത്രിക്ക് കിടന്നുറങ്ങുമ്പോൾ പുറത്ത് ആ വീടിനു നേരെ സമൂഹവിരുദ്ധരുടെ ആക്രമണമുണ്ടായിരിക്കുന്നു. സമയം രാത്രി 12 മണി, അർദ്ധരാത്രി 12 മണി, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ഒരു കുടുംബം സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. പുറത്ത് ഉഗ്ര ശബ്ദം കേട്ടാണ് ആ കുടുംബവും ആ കുടുംബത്തിലെ എല്ലാവരും എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ ബൈക്കിലെത്തിയ സാമൂഹ്യ വിരുദ്ധർ തങ്ങളുടെ വീടിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. കോൽക്കാട്ടിൽ പൊന്നപ്പന്റെ വീട്ടിലാണ് ആക്രമണമുണ്ടായത്. ഇരുട്ടിന് മറവിലെ ഈ ആക്രമണത്തിന് പിന്നിലെന്ത്? ഇരുട്ടിന് മറവിലെ ഈ ആക്രമണം എന്തിനു വേണ്ടിയാണ്? കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് എറിഞ്ഞതുകൊണ്ട് തന്നെ വീടിലെ ജനൽ ചില്ലുകൾ തകർന്നിരിക്കുന്നു. ഉഗ്ര ശബ്ദം കേട്ടാണ് വീട്ടുകാരും സമീപവാസികളും അടക്കം എഴുന്നേൽക്കുന്നത്. ഇവർ പുറത്തെത്തിയപ്പോഴേക്ക് അക്രമികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ആരാണ് പ്രതികളെന്നോ എന്തിനാണ് വീട് ആക്രമിച്ചതെന്നോ ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, അന്വേഷണ സംഘത്തിന് പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആ വീട്ടിലെ ഗൃഹനാഥ തന്നെ പറയുന്നു. അതൊന്ന് കേട്ടുവരാം. ഒരു 12:05 കാണും. അന്നേരത്തേനെ ഞങ്ങളിങ്ങനെ ഉറക്കം വന്നേ ഉള്ളൂ. അപ്പോഴത്തേനാ ഈ ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ചാടി ഇരുന്നേക്ക്. അന്നേരം മേല് മുഴുവൻ ചില്ലും എല്ലാമായിരുന്നു. പിന്നെ കഥ തുറന്ന് നോക്കിയപ്പോഴത്തേന് അയൽവക്കാരും വീണി ഒച്ച കേട്ട് അവരെല്ലാവരും ഇറങ്ങി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ നിന്ന് വിജയം വന്നേച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, വണ്ടി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. നടന്ന് ഓടിപ്പോകുന്ന ഒച്ചയൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നു, ഞങ്ങൾ വിളിച്ചവർ വന്നു, എല്ലാം കണ്ടു കേട്ട് അവർ പോയി എല്ലാം പറഞ്ഞിരിക്കുക. സംഭവത്തിൽ എന്തായാലും കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കൃത്യമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ഏറ്റവും പ്രധാനമായി അറിയാൻ സാധിച്ചത് പ്രതികൾ ആര് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നാണ്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറുമായി നാളെ വീണ്ടും കാണാം ഇതേ സമയത്ത്.